ആ ചെറുനാരങ്ങ മരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു. പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വെട്ടിക്കളയാന്ന്. മൂക്കുമായിട്ട് താരതമ്യം നാരകം നിൽക്കണോടം നശിക്കും. ഈ സ്ഥലത്തൊരു സാധനം വേറെ ഉണ്ടാവില്ല. ഇതുമ്മേ ഇതുപോലെ 365 ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി അടിച്ചു പണ്ട് തൊട്ടേ ചെയ്യണ ആളാണെന്നും പറയുന്നുണ്ട്. അതിന്റെ ഒരു ഇതും കാണാനും ഇല്ല. അതായത് ഏത് വീട്ടിലാണോ പറ്റുന്നത് ലഹളി ഉണ്ടാക്കണം ആ വീട്ടിൽ അന്ന് വഴക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കസേരം ഇരുന്ന് കാലാട്ട് അതൊന്നും പാടില്ല എന്ന് പറയും. സുജിത അവിടെ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. സുജിത പറയും കറക്റ്റ് അഭിപ്രായം. സുജിതയ്ക്ക് ഞാൻ കൊടുത്തേ ഇനി വരുന്നവർക്ക് ഇതായിരിക്കും തരാം ഞങ്ങള്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ചെറിയാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കുറേ ദിവസമായി ചെറിയാൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. ചെറിയേട്ടൻ്റെ വീട്ടിലേക്കൊക്കെ നമ്മൾ എപ്പോഴും പോകുന്നുണ്ട്. ചെറിയേട്ടൻ്റെ വീട്ടിലേക്ക് എന്തിനാണെന്നറിയാം ഇതും കൊണ്ട് പോണേ? ചെറുനാരങ്ങ പൊട്ടിക്കാൻ. ചെറിയേട്ടൻ്റെ വീട്ടിലത്തെ അത്ഭുത ചെറുനാരങ്ങ മരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലാണോ വീഡിയോട്ടെ അല്ല 2 കൊല്ലം മുന്നേ ആ ചെറുനാരങ്ങ മരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് അതൊന്ന് കാണിക്കാലോ, 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേഷൻ. അല്ല ചിലർ ചോദിച്ചിട്ടുണ്ട് അതിന് അതിന്റെ ബഡ് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് വന്ന് ബഡ് ചെയ്തെടുക്കാന്ന് പറഞ്ഞു. കാരണം അതുപോലെയാണ് ആ ചെറുനാരങ്ങ. അതിന്റെ ഒരു കൊമ്പോണെന്ന് നമ്മുടെ ചെറുനാരങ്ങമേ ബഡ് ചെയ്യായിരുന്നു. നമ്മുടെ ചെറുനാരങ്ങമേ ഉണ്ടാവുന്നുണ്ട് ഇത് ഇത്ര പൊന്ത്. ഇപ്പത്തിന് വലിപ്പം കൂടി. അതെന്താന്നറിയില്ല. ചിലത് ഭാഗ്യം പോലെ ഇരിക്കും, ചിലത് ലോട്ടറി പോലെ ഇരിക്കും. ചിലത് ഭാഗ്യം പോലെ ഇരിക്കും, ചിലത് ലോട്ടറി പോലെ ഇരിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ അങ്ങടാണ് പോണേട്ടാ. ചെറിയാണ്ട് അവിടെ ചെറുനാരങ്ങ അതേ ഫോമിലേക്ക് തന്നെ വരുന്നുണ്ട്. പാനിലാണ്ട് അടുത്ത് ചെറുനാരങ്ങ രണ്ട് നല്ല വലിപ്പുള്ളതാണ്. നമ്മള് സാധാരണ കാണുന്ന പോലത്തെ അല്ല. അല്ലാണ്ട് അവിടെ പുല്ലൊക്കെ വെട്ടിയില്ലോ, നല്ല ഭംഗിയാക്കിയില്ലോ. ആ കാമറി വന്ന് സാക്ഷാംഗം പ്രണമിച്ചു. അവള് വന്നു കഴിഞ്ഞിട്ട് ചെറിയേട്ടൻ്റെ അവിടെയും കണ്ട പുല്ല് വെട്ടി. ഇവിടെ 2 പ്ലാവും തൈ അല്ലാണ്ട് അവിടെ വെച്ചിട്ട് നോക്കിയാ. ഇതിപ്പോൾ പുതിയത് വെച്ചിട്ടുള്ളത് 2 വിയറ്റ്നാം മേർലി. ഇത് 2 ഭംഗിയായില്ലേ പുല്ല് വെട്ടിപ്പോ? നല്ല രസമായി കാണാൻ. അല്ല ഏട്ടാ വന്നിട്ടില്ലേ ചെറിയേട്ടല്ലേ ചേച്ചിയെ? നോക്കിയേ നമ്മള് കഴിഞ്ഞ ആഴ്ചയില്ലേ പയറിനെ ഇങ്ങനെ ഇതാക്കി സ്ഥലത്ത് നോക്കിയേ കുത്തി കൊടുക്കണത് കണ്ടതല്ലേ? അപ്പൊ നോക്കിയേ പൂട്ട് തുടങ്ങി. എന്തൊരു പെട്ടെന്നായല്ലേ. ശംഖുപുഷ്പത്തിന്റെ വിത്ത് ഞാൻ തപ്പായിരുന്നു, കിട്ടിപ്പോയി. ഒരെണ്ണം മതി. ഇത് എന്തിനാണ് ഇത്രയ്ക്ക് അധികം? ആയിക്കോട്ടെ ചെറിയേട്ടൻ വായോ. ഇതിന്റെ വിത്ത് ഇപ്പൊ ആളുകൾ ശംഖുപുഷ്പം നന്നായിട്ട് വീട്ടിൽ വെച്ച് തുടങ്ങി. എല്ലാവരും ആളുകളെ വെക്കണ്ടേ. ഇവിടെ 3 കടയുണ്ട് വലുത്. ഇതുപോലത്തെ 3 എണ്ണം ഉണ്ട്. നിക്കാൻ നേരല്ലേ ആർക്ക്? പോവാറേ കടയിലേക്ക് വരട്ടെ, ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ അതേ ചെറുനാരങ്ങ ചെറിയേട്ടനും കൂടി ചേർന്നു. ചെറിയേട്ടൻ വന്നു കേട്ടാ. ചെറിയേട്ടൻ്റെ ചെറുനാരങ്ങ മരത്തുമ്മലേക്ക് നോക്കൂ. ചെറിയേട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വെട്ടിക്കളയാന്ന്. ചെറിയേട്ടൻ മടുത്തുന്ന്. ഇത് ആവശ്യമില്ല, പൊട്ടിക്കണമില്ല. പിന്നെ ഇത് എന്തിനാണിത്? ഇതുമ്മലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഭ്രാന്ത് പിടിച്ച പോലെ എന്ന് പറയില്ല, അതുപോലെ. അപ്പോൾ കണ്ട ഇത്ര നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്ന സാധനം എങ്ങനെയാ ചെറിയേട്ടാ വെട്ടിക്കളയാൻ പറയാൻ തോന്നണേ? പൊട്ടിക്ക് അച്ചാറുണ്ടാക്കാറില്ലേ അപ്പൊ? ചെറുനാരങ്ങ അച്ചാറ് എന്നാലും എന്തോരം പറ്റൂല്ലേ? മൂക്കുമായിട്ട് താരതമ്യം. അതെ ഒരെണ്ണം നമുക്ക് തിന്നാൻ പറ്റും. അതെ അതുകൊണ്ടാണ്. പിന്നെ ആൾക്കാർ പറയില്ലേ, ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, ആൾക്കാർക്ക് പേടിയുണ്ടാവും. ചെറുനാരങ്ങ വെച്ച് കഴിഞ്ഞാൽ കുടുംബം നശിക്കുന്നൊക്കെ ഇല്ലേ. നാരകം നരകം അതെന്തുട്ടാണ് ചെയ്യണേ? നാരകം നിൽക്കണോടം നശിക്കും. ഈ സ്ഥലത്തൊരു സാധനം വേറെ ഉണ്ടാവില്ല. ഓ അതായിരിക്കും അങ്ങനെ പറയുന്നത്. നാരകം നിൽക്കണം നമ്മളൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ നന്നായിക്കണം. ഇത് നിക്കണ ഭാഗത്ത് ഒരു സാധനം ഉണ്ടാവില്ല. ഇതിന്റെ ഇല വീണോടത്തൊക്കെ പുല്ല് പോലും മുളക്കില്ല. ഒരു തരം ആസിഡ് പോലെ ഉണ്ടല്ലോ. പിന്നെ ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ വീട്ടിൽ വരുന്നു ഇത് പൊട്ടി ഓരോന്ന് വീഴുങ്ങനെ അവിടെയൊക്കെ ആസിഡ് പോലെയാവും. ഇതൊക്കെ പൊട്ടി വീട്ടില്ല. അപ്പൊ ഇതിന്റെ നീര് പോണോടത്തൊക്കെ ഒക്കെ നാശാവും. അതാണ് ഈ നാരകം നിക്കണോടം നശിക്കുന്നു എന്ന് പറയുന്നത്. ആൾക്കാർ വിചാരിക്കും നാരകം നിക്കണ വീട് നശിക്കുന്നാന്ന് വിചാരിക്കുക.
അതേലും പഴമക്കാർ പറയണ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. നമ്മൾ എന്താ പറയുക, ചേട്ടൻ മുകളിലത്തേക്ക് ഇനി പൊട്ടിക്കുക അല്ല, ഇതിൻ്റെ നീരെടുത്തിട്ട് മറ്റേ സിറപ്പ് ഉണ്ടാക്കി വെക്കാൻ. ഇനിയിപ്പോൾ വേനൽക്കാലല്ലേ, അപ്പോൾ ആ സമയത്ത് പിഴിയാൻ നിൽക്കണ്ട. പിഴിഞ്ഞ് പഞ്ചസാര ലൈനും കൂടി മിക്സ് ചെയ്ത് വെച്ചാലേ ഇത് കുറച്ച് ഒഴിക്കുക, പിന്നെ ആ നേരത്ത് വെള്ളം ഒഴിക്കുക, കുടിക്കുക, അത്ര വേണ്ട. നമുക്കുള്ളത് എപ്പോഴും ഉണ്ടാവും, പക്ഷെ ഇതുപോലെ അടുപ്പിച്ച് നന്നാവുകൊണ്ട് ഈ സീസണിലാണ് കണ്ടമാനം ഉണ്ടാവുക. ഇത് മുന്നത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത്ഭുത ചെറുനാരങ്ങ എന്ന് പറഞ്ഞിട്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, ഇതുപോലെ 365 ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കും, സീസണൊന്നുമില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചെറിയേട്ടനും അറിയില്ല, നമുക്കും അറിയില്ല. ഒടിയും ഇത് തൂക്കം കൊണ്ട് കണ്ട ഇതൊക്കെ താന്നു വലുതാവും തോറും താന്ന്. ചെറിയേട്ടൻ മറ്റേ വളം ഒന്നും ചെയ്യണില്ലല്ലോ, ഒറ്റ സാധനം. മുന്നേ മറ്റേ ആ സോള വെള്ളം ഒഴിച്ചു കൊടുത്തോടുന്നില്ലേ, അങ്ങനെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. അടുത്തത് മുകളിലുള്ളത് എന്തൊരു ചെയ്യാം, മുകളിലുള്ള കൊഴിയൂല്ലേ, ശരിക്കും തന്നെ വീഴണം, അപ്പളാ നീര് കിട്ടാ. ആ ശരിയാ, ആ മുണ്ട് തടഞ്ഞു വീഴണ്ട. ആ കൊമ്പ് ഇങ്ങനെ താഴ്ത്തിങ്ങി ആ കൊമ്പുമ്മുള്ള പഴുത്തൊക്കെ കിട്ടിയാനെ. ഇതെന്താ ചെറിയേട്ടൻ വെട്ടാൻ തീരുമാനിച്ചേ? അല്ല, അപ്പോൾ നല്ല സ്ഥല പച്ചക്കറി കഴിക്കാൻ. ആ, നല്ല വെയിലുള്ള കൊറേ സ്ഥലം കിട്ടൂല്ലേ ഇത് പോയി കഴിഞ്ഞാ. ഫുള്ള് നല്ല കട്ടല്ലേ. ആ, കളയിനൊന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ തോന്നി ഇതാണ് ഇടയ്ക്ക്. ആ, പിന്നെ അത് വേണ്ട വെച്ചു. ആ ഇല കൊണ്ടിട്ട് കണ്ണിന്റെ അവിടെ പൊട്ടിയപ്പോഴത്തേക്ക് എന്ത് മുറിച്ചു നിറച്ചാണ്. നമുക്ക് ഒരെണ്ണല്ലേ തിന്നാൻ പറ്റുള്ളൂ. ഇത് എന്തോരാൾക്കാർ അച്ചാറുണ്ടാക്കണ്ടെന്ന് അറിയാം. ഞാൻ വെറുതെ കൊണ്ട് കൊടുക്കുമായിരുന്നു, സഞ്ചിയൊക്കെ നിറച്ച് കൊണ്ടുപോകും. അച്ചാറിടാല്ലേ? അപ്പോ അച്ചാറിടാൻ കൊണ്ടുപോകും, പിന്നെ കുറെ പ്രസിദ്ധ കൊണ്ടുപോകും. ചേട്ടൻ ഇങ്ങോട്ട് വാ. അതിൻ്റെ ഇല പെട്ടെന്ന് തെറ്റിരിക്കോട്ടെ, കണ്ണിൻ്റെ നമ്മളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കണ്ണപ്പോ സ്ക്രാച്ച് വീഴും. ഇതിന്റെ അല്ലയാ? അല്ല, മോനല്ലേ ഭയങ്കര ബലല്ലേ. പക്ഷെ അന്ന് അവൻ നിങ്ങളുടെ അവിടെ വെച്ച പപ്പ ഉണ്ട അന്ന് കൊണ്ട് വെച്ചാൽ. ആ, അത് ഒരുമിച്ച് വാങ്ങിച്ചോണതല്ലേ അല്ലേ ചേട്ടൻ? തൈകള് ചാനലിന്റെ അത്രയാണല്ലേ നന്നായിട്ടില്ലേ? ആ, അത് കണ്ണിൽ വല്ലതും കൊള്ളണ്ടോ ചേട്ടാ? ഒന്നുമില്ല, കണ്ടോ ഈ സാധനം ഭയങ്കര വരുമ്പല്ലേ കണ്ണിനെ കൊണ്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കണ്ണ് കെട്ടിയിരിക്കുന്നു. ഞാൻ 2 ദിവസം കണ്ണ് കെട്ടിയിരുന്നില്ലേ. ഞാൻ പോവാം. ഒരേ നല്ല വലിപ്പുള്ളത് നമുക്കിനി ഇതിന്റെ താഴെ പറക്കാണ്ടാവും. സരിത ഇനി ഞാനില്ലാണ്ട് അവിടുത്തെ ചെറുനാരങ്ങ എടുത്തില്ലേ? എടുത്തേ ചേച്ചി നനയ്ക്കുന്നു. അല്ല ചേട്ടാ, പണി കഴിഞ്ഞ് എത്തിയിട്ടില്ല. ഇവിടെ അടിയിൽ വീണ് അമരക്കായ. ഇത് അനിലൻ ചേട്ടൻ്റെ അവിടത്തെ ചെറുനാരങ്ങ മരം. ഇതുമ്മ കണ്ടില്ലേ? ഇതുമ്മ അങ്ങനെ ഇല്ല, ചെറുേട്ടൻ്റെ അവിടെ പോലെ ഇല്ല. 2 എണ്ണം ഉണ്ട് കേട്ടാ, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ വീണ് കിടക്കണ്, പറക്കാം നമുക്ക്. പറഞ്ഞ പോലെ വീണ് കിടക്കണേന്നാവും നന്നായിട്ട് നീര് കിട്ടാല്ലേ. ഈശ്വര, അവിടെ കുറെ പൊത്തുണ്ട് മതിലുമ്മ. അയ്യോ, തലയിടിച്ചു. കുഴപ്പമില്ലേ? അയ്യോ, ആ മോനെയാൻ തോന്നുന്നുണ്ട് കേട്ടാ ഇടിച്ചത് ചേട്ടാ. ഇനി ഇടിച്ചു. മതി, ഇതുകൊണ്ട് പോവാം. ഒരു പാത്രം നിറച്ചാക്കിണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. പാത്രം നിറച്ചില്ല, ഇനി പൊട്ടിക്കാം. അത്ര ആവശ്യമുള്ള നമുക്കിനി. ഇതുമൊന്നും കാണാനില്ല അല്ലേ ഉണ്ടായി നിൽക്കണത്. പക്ഷെ അടിയിൽ കുറെ കൊഴിഞ്ഞ് കിട്ടി. അതിന് ഇതിന്റെ ഇലരിയും ചെറുനാരങ്ങയും കളർ വരുന്നതാണ്. പഴുക്കും മാത്രമല്ല കളർ മാറണുള്ളൂ. എന്നാലും അവിടത്തെ പോലെ ഇല്ല. അപ്പിനി നമ്മൾ പോകുകയാണ് വീട്ടിലേക്ക്. ചേച്ചി ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കിയില്ലല്ലോ? കയ്പ് കൂടുതലാ. ആ, ചേച്ചി വേറെ കയ്പ് കൂടുതലാന്ന്. ഇവിടത്തേന കയ്പ് അതല്ല ചെറുേട്ടൻ്റെ അവിടത്തേന, രണ്ടും. അല്ല ചേച്ചി ഏതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയേ ഇവിടത്തേമേ? നമുക്ക് അച്ചാറുണ്ടാക്കാം 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാലോ. പറയാലോ ഏതിന് കയ്പുണ്ടോ. കയ്പൊക്കെ സാധാരണ പോലെ തന്നെയാണ് ചെറുനാരങ്ങ. ആ കാശിത്തുമ്പയൊക്കെ നട്ടുണ്ടല്ലോ, കാശിത്തുമ്പ തൈ വാങ്ങിച്ചതാ, മുളച്ചത്. ആ, നീ കണ്ടില്ലേ തൈകൾ മുളപ്പിച്ച് വെച്ചാണ്. കുക്കുംബറും കുറെ സാധനങ്ങളും. ആ, അതാ പറഞ്ഞേ വെക്കാ സ്ഥലമില്ലാന്ന്. ആവേശം മൂത്ത് എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴേ സ്ഥലം ഇല്ലാണ്ടായി. അതെ.
ഇവിടെ പുല്ല് വെട്ടി ഇപ്പൊ ഭംഗിയില്ലേ? ബ്രോയിലർ കഴിഞ്ഞിട്ടില്ല ചേട്ടാ, 3 കോഴിയും കൂടി ഉണ്ട് ഇനി. 3 ഞാൻ തോന്നുന്നുണ്ട്. മതിയായി. അതെ, അത് ടേസ്റ്റ് കുറയൂട്ടാ. മുറുക്കം വരല്ലേ? 45 ദിവസം കഴിയുമ്പോൾ തന്നെ ഒറ്റയാളെ കൂട്ടാൻ വെക്കണം. 1.5 മാസം തന്നെ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങൾ കഴിയും തോറും ടേസ്റ്റ് കുറയും, മുറുക്കം കൂടിയിട്ട്. എന്നാൽ നാടൻ കോഴിയുടെ ടേസ്റ്റും അല്ല അല്ലേ, ഇടയിൽ പെട്ട പോലത്തെ ഒരു ടേസ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ കണ്ട ഇതുപോലെ ഹൈറ്റിലേ തടം കോരിയിട്ട് നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ അങ്ങനെ നടണമെന്ന് ആ ഉല്ലാസം ചേട്ടൻ കമന്റ് ഇട്ടേക്കണു. അതെ, മധുരക്കിഴങ്ങേ അങ്ങനെ നടാതെ എനിക്കറിയാം. അത് ശരി, അറിഞ്ഞിട്ടാണ് അപ്പൊ ഇങ്ങനെ നട്ട് വെച്ചാണ്. നമ്മൾ ഈ ചെറുപ്പകാലത്ത് ഇത് എല്ലാം കൃഷി തുടർന്ന മധുരക്കിഴങ്ങും തേങ്ങ എല്ലാം ചെറുകിഴങ്ങും മധുരക്കിഴങ്ങ്. പിന്നെ അറിഞ്ഞിട്ട് പിന്നെ എന്താ ചേട്ടൻ ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കണേ? എന്തായാലും പണിയെടുക്കുന്നുണ്ട്, അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ ചെയ്തുകൂടെ? അപ്പൊ അത് നമുക്ക് ഉണ്ടായി കിട്ടില്ലേ? ചേട്ടന് പണിയെടുക്കണം എന്നുള്ള ഇതിനൊന്നും കിട്ടണം എന്നൊന്നുമില്ല. പണ്ട് തൊട്ടേ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ചേട്ടന് കുറെ കളയ്ക്കും കുറെ ചെയ്യും, എന്നാൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്യൂലേ. ഞാൻ ചോദിക്കും ചേട്ടാ എവിടത്തെ കൃഷിക്കാരനാന്ന് ചോദിക്കാറുണ്ട്. പണ്ട് തൊട്ടേ ചെയ്യണ ആളാണെന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതും കാണാനും ഇല്ല. അതെ, ഒരു ശൂരും മണം കാണാനില്ല കുറെ ചെയ്യണേൻ്റെ. അങ്ങനെ നമ്മൾ അതിലേ പോയിട്ട് ഇതിലേ വന്നു. നമ്മൾ വീടിൻ്റെ പിന്നാമ്പത്തേക്ക് ചെറുനാരിക്ക് നമുക്കൊന്ന് വെറുതെ കഴുകാം. ശരിക്കും നമ്മൾ ഈ ചെറുനാരിക്ക് കൊണ്ട് അച്ചാറുണ്ടാക്കിയിട്ട് തരുതാ. ഞാൻ മുറിച്ചല്ലോ, ഈ പിഴിഞ്ഞുകൊണ്ട് ഒഴിക്കുക. അതെ, ആദ്യം ചെറുനാരിക്ക് അങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കണം. എന്നിട്ട് ഈ തോടുകൊണ്ട് അച്ചാറുണ്ടാക്കിയാലോ? അച്ചാറുണ്ടാക്കും. കാരണം ഇതിൽ നന്നായിട്ടുണ്ട് ഇപ്പോഴും, ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടില്ലല്ലോ. ഞാൻ പിഴിഞ്ഞ വേണ്ട, എനിക്ക് കൈക്ക് ഒരു വേദനയുടെ കൂടെ. അതേ, നമ്മുടെ മിഥുല്ലേ ഇന്നലെ കുക്കുടൻ ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് അവൻ വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അത് ഫുള്ള് ഹെലിക്കാമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല രസം കാണാൻ. അത്രയ്ക്ക് ഭംഗിയുണ്ടാ മോളിൽ നിന്ന് കാണാൻ തോന്നുന്നു നമ്മുടെ വീട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടാ. നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് നമ്മൾ ചെറുനാരങ്ങ വെള്ളം കൊടുക്കും. മിക്കവാറും ചായ ഉണ്ടാക്കുമ്പോൾ ആളുകൾ പറയും ചായ വേണ്ട, ചായ കൊടുക്കും. ഇപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേനൽക്കാലമല്ല, അപ്പം എല്ലാവരും ചായ വേണ്ടല്ലോ വെള്ളം മതി എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം ആ സമയത്ത് ചിലപ്പോൾ പൊട്ടിച്ചതിരിക്കണ്ടോ, അല്ലെങ്കിൽ ചേട്ടാ ആ സമയത്ത് ഓടാറ് പതിവ് ചെറുേട്ടൻ്റെ അവിടേക്ക് ഓടി. ഇനിയിപ്പോൾ അത് വേണ്ട, നമുക്കിത് ഉണ്ടാക്കി സിറപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ. എന്തായാലും അച്ചാറുണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. അമ്മേനെ കൊണ്ട് ഇടിപ്പിക്കായിരുന്നു. അമ്മ അടിപൊളിയായിട്ട് അച്ചാറുണ്ടാക്കും. തോലി എന്ന് പറയാൻ പറ്റില്ല ചേട്ടാ, ഇതിൽ നല്ല ജ്യൂസ് ഉണ്ട്, നല്ല ഇതുണ്ട് അതിൻ്റെ ഉള്ളിൽ, നല്ല രസമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു വിഷമില്ലാത്ത സാധനമല്ലത്. ചെറുനാരങ്ങയിൽ വിഷം ഉണ്ടാവും. തോട്ടങ്ങളിലൊക്കെ മരുന്നടിക്കായിരിക്കും. ഇല്ലാണ്ട് അല്ല, ഇത് ഭയങ്കര പ്രതിരോധശേഷിയുള്ള സാധനം, നമുക്ക് കേടൊന്നും വരില്ലല്ലോ. ഇതിൻ്റെ ഇലകളും മലായാലും ഒന്നും ഒരു പ്രാണികൾ കുത്തേ പുഴുവരേ ഒന്നുമില്ല അല്ലേ? അത് പറയാൻ പറ്റില്ല. കൈ കഴിച്ചാ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു കൈ കഴിച്ചോന്ന്. കൈ കഴിച്ചാലും ചേട്ടന് ചെയ്യാൻ പറ്റില്ല ഇല്ലല്ലോ. ഞാൻ ചെയ്യും, മറ്റേ സാധനം കൂടി ഞാനും ചെയ്യും. ദേ മറ്റേ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് മുറിച്ചിട്ട് അത് ചെയ്യാം. നല്ലൊരു പണിയാട്ടാ. അപ്പം നാളത്തെ വീഡിയോ ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കലാവൂല്ലേ? നമ്മളെ അല്ല ചെറുനാരങ്ങ പിഴിഞ്ഞു, ഇത്രയ്ക്ക് നീര് കിട്ടിയിട്ടുള്ളൂട്ടാ, ഇത്രയ്ക്കുണ്ട് എൻ്റെ തൊണ്ട്. ഇതുകൊണ്ട് ഞാൻ അച്ചാറുണ്ടാക്കും നാളെ. ഇനി നമ്മളിത് സിറപ്പ് ഇതാക്കി വയ്ക്കാൻ പോവാട്ടെ, സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാൻ പോവാണ്. ചെമ്പല്ല, സ്റ്റീലാ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ജസ്റ്റ് നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കണതല്ലേ. 1.5 കപ്പ്
കറക്റ്റ് ഫുള്ള് ഒഴിച്ചിട്ടില്ല കേട്ടാ, ശരിക്കും 1.5 കപ്പ് ഫുള്ള്. 1.5 കപ്പ് ജ്യൂസ്, ചെറുനാരങ്ങ ജ്യൂസ്. ഇനി അപ്പം നമ്മൾ ഇതിന്റെ ഇരട്ടി 3 കപ്പ് പഞ്ചസാര എടുക്കും. അത് തിളപ്പിക്കാൻ പോലെ ആ പഞ്ചസാര നമ്മുടെ എത്ര വെള്ളത്തിൽ തിളപ്പിക്കുന്നുണ്ടാ? വെള്ളം ഇതിന്റെ പകുതി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. 1 2 എന്താമേ, അപ്പൊ പിന്നെ വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കലേ വേണ്ടല്ലേ? പിന്നെ പഞ്ചസാര ചേർക്കണ്ടല്ലോ. ആ സമയത്ത് ഇത് കുറച്ചൊഴിക്കുക. 3 കപ്പ് പഞ്ചസാര, അതിലൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരുക്കാം. ഒഴിക്കണം. 1 കപ്പ് 1.5 കപ്പ് മതിയാവില്ല? 1.5 കപ്പ് മതി. പഞ്ചസാര അലിഞ്ഞോട്ടെ. തീയല്ലേ? കത്തിച്ചു. ഇത് ഉണ്ടാക്കി വളരെ എളുപ്പമാണ് കേട്ടാ. നമ്മുടെ ഗ്യാസിൽ ഒരു ഇതുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെറുനാരങ്ങ മരമുണ്ട്. ചെറുനാരങ്ങ അല്ല, അത് ചൈനീസ് നാരങ്ങ, അങ്ങനെ എന്താ അതിൻ്റെ പേര്? അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഇത് ഇത്രേ ഉള്ളൂ, അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി തരും. അതിൻ്റെ അത് ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞിട്ടാണ് കുറേ സമയം വേണം. അത് ഇത്രയല്ലുള്ളൂ. അത് മുഴുവൻ പിഴിഞ്ഞുണ്ടാക്കാൻ നല്ല പണിയാണ്. അതിങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര നീര് കിട്ടും. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ പഞ്ചസാരയൊക്കെ ആക്കിയിട്ട് അവിടെ ചക്കര അല്ലെങ്കിൽ അമ്മയെങ്ങാനും ഞാൻ കുപ്പിയിലാക്കി വെക്കും. 2-3 മാസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കേടാവാണ്ടിരുന്നോളൂ. എന്നിട്ട് പിന്നെ വല്ലവരും വന്നു കഴിഞ്ഞാൽ ഇത്തിരി ഒഴിക്കുക. വെള്ളം മിക്സ് ചെയ്യല്ലേ വേണ്ടോ, തണുത്ത വെള്ളം മിക്സ് ചെയ്യുക, ഐസ് ഇടുക, അത്ര വേണ്ട. അങ്ങനെ ഇതിൽ മിൻറ്റൊക്കെ ചേർക്കാം. പൂത്താങ്കിയിലെ അതിൻ്റെ മുകളിൽ വെള്ളം ടാങ്കിൻ്റെ മുകളിൽ വന്നിട്ട് കല്ലപ്പല കൂടാ അത് ഞാൻ നോക്കിയത്. ഇവർ പണ്ട് നമ്മുടെ വീടിൻ്റെ പറമ്പിൽ ബഹളം വെക്കില്ലേ, അപ്പോൾ ഇങ്ങനെ ആൾക്കാർ കല്ലെറിഞ്ഞ് ഓടിപ്പിക്കും. അതായത് ഏത് വീട്ടിലാണോ പറ്റുന്നത് ലഹളി ഉണ്ടാക്കണം, ആ വീട്ടിൽ അന്ന് വഴക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ അവിടെ സാധനങ്ങളെ ഇപ്പോൾ ഇവിടെ വഴക്ക് തുടങ്ങും അങ്ങനെ പറഞ്ഞിട്ട് കല്ലെറിഞ്ഞ് ഓടിപ്പിക്കും. എന്താണോ അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട്. ഇപ്പം എനിക്ക് ഇന്നാളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ അമ്മി മരച്ചിട്ട് ഇതുണ്ടാക്കിയില്ലേ, ചിക്കൻ കുമ്പളങ്ങ വറുത്തരച്ച് വെച്ചില്ലേ വൈകുന്നേരം കുടില്, അതിൽ രാത്രി അമ്മിയിൽ അരയ്ക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കറണ്ടില്ല, ഇരുട്ടാണ്, മണ്ണെണ്ണ വിളക്കിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ്. ഈ രാത്രി നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിൽ വല്ല സാധനങ്ങളൊക്കെ അരഞ്ഞുകൂടി അറിയില്ല, വല്ല തേരട്ടയാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിച്ച്, അല്ലെങ്കിൽ വല്ല പ്രാണികൾ ഈ എന്താ പറയുക മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം കണ്ടിട്ട് പ്രാണികൾ വല്ലതും വന്ന് വീഴും, അതിനൊക്കെ അരയ്ക്കും. വിഷമുള്ള വല്ല സാധനങ്ങളാണെങ്കിൽ അത് മതി നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അല്ലാണ്ട് അത് തന്നെ നമ്മൾ അതിൻ്റെ പിന്നിലൊക്കെ ഓരോ ഇതുകളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്. അല്ലാണ്ട് അതിന് കണ്ണടച്ച് വിശ്വസിക്കരുത്. അതെ നാരകം നട്ടടം നരകം എന്ന് പറയണത് നാരങ്ങ മരത്തിന്റെ അടിഭാഗത്ത് വേറെ ഒരു സാധനം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അല്ലാണ്ട് അത് നട്ട് കഴിഞ്ഞാൽ ആ വീട് നരകായി മാറി. അങ്ങനെ വൈറ്റമിൻ സി ആണിത് മൊത്തം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ ഇങ്ങനത്തെ ഉയരമുള്ള ഇതുമ്മ കയറി ഇരുന്നിട്ട് കാലാട്ട, കട്ടിലുമ്മക്ക് ഇരുന്ന് കാലാട്ട്, കസേരയും ഇരുന്ന് കാലാട്ട്, അതൊന്നും പാടില്ല എന്ന് പറയും. അച്ഛനമ്മ മരിക്കും എന്ന് പറയും. അതെന്തിട്ടാ വെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ചച്ചന്മാരും അമ്മമാരും പണ്ടത്തെ മുറുക്കണവരാ. അവർക്കൊക്കെ തുപ്പാനായിട്ട് ഈ കോളാമ്പി ഉണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ. ആ കോളാമ്പി ഒന്നുകിൽ കസേരയുടെ അടിയിൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ എന്തായാലും ഉണ്ടാവും. നമ്മൾ കാലാട്ടുമ്പോൾ അതുമ്പോൾ തട്ടി അത് മറിഞ്ഞു വീഴും. അതില്ലാണ്ടിരിക്കാൻ അത് മറിഞ്ഞു വീഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാണ്ടിരിക്കില്ല. ആ സമയം കാലാട്ടി കഴിഞ്ഞാൽ അച്ഛനമ്മയും മരിക്കും അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യില്ലല്ലോ. അങ്ങനെ ഓരോന്നിൻ്റെ പിന്നിലും മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ ഓരോ കാരണങ്ങളുണ്ട്. ഞാനേ ബനിയം മാറിയിട്ടാ, അത് ഞാൻ പറഞ്ഞില്ല, ഇവളുടെ കളറുള്ള തന്നെ ഇടുന്നത്. ഞാൻ ഷർട്ട് ഇട്ടിട്ട് വന്നത്. അപ്പം എന്തിനാ അവിടേക്ക് ഞാൻ പൊട്ടിക്കാൻ പോകുമ്പോഴേ പറഞ്ഞത് ഇടാൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ നിൽക്കും വിട്ടാൽ മതി. ഒരേ കളറായില്ലേ ജഗു ട്യൂഷൻ പോയൊക്കെ ഒരു ടീസ്പൂൺ. നമ്മൾ ഉണ്ടാക്കി വെക്കാൻ പോകുന്ന സിറപ്പ് എന്ന് പറയുന്നത് ജിഞ്ചർ ലെമൺ ആണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് പുതിന വേണമെങ്കിൽ ചേർക്കാം. അല്ല ആ സമയത്ത് പുതിന കുറച്ച് ക്രഷ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അല്ലേ, പുതിനയുടെ അല്ല. അപ്പം മിന്റ് ലൈമായി. അപ്പോൾ നമ്മൾ ഇഞ്ചി തൊലി കളയണം. ഇഞ്ചി കുറച്ച് അധികം എടുത്തിട്ടുണ്ടല്ലേ? ആ ഇത്രയ്ക്ക് നീരില്ലേ, ഇത്രയ്ക്ക് വേണ്ടി വരില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇത്ര മതി. ഇഞ്ചിയുടെ മണമായ ഒന്നുമില്ല, ഇഞ്ചിയുടെ ഭയങ്കര മണമാവുന്നു അല്ലേ ഉദ്ദേശിച്ചേ? അതിന് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വായുടെ ആ സമയത്ത് ഒരു കുഴയില്ല തേങ്ങ. ക്യാമറ ഓഫ് ആക്കുമ്പോൾ ഒരു കുഴച്ചില്ലല്ലോ, മര്യാദയ്ക്ക് പറയില്ലോ. അല്ലാട്ടാ അയ്യോ ചില സമയത്ത് എന്തോരോ കോമഡികൾ ഉണ്ടാവാറെന്നറിയോ. ഇന്നലെ എന്തുട്ട് പറഞ്ഞില്ല, ഇന്നലെ അല്ല ഇന്ന് കാലത്താ എപ്പോഴും ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കും. ഇവർക്ക് ചിരിക്കാൻ നേരല്ലോ തന്നെ കാര്യം.
പഞ്ചസാര കലിഞ്ഞു, തിളച്ചില്ല. ഒരൊറ്റ തള വന്നാൽ മതി കേട്ടാ. ഓഫ് ചെയ്യാം. ഇത് ചൂടാറണില്ല. അതാണ് ഇനി ചേട്ടൻ, ഇത് ചൂടാറണം. ഇരുട്ടാവും. അപ്പോഴത്തേക്ക് ഇരുട്ടാവോ? ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇഞ്ചി ദേ ഇത്രയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇത്ര ഇഞ്ചിയുള്ളൂ. കുറച്ചുകൂടി ഇഞ്ചി ആവാം. ഇഞ്ചിയുടെ മണം നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി കൂടുതൽ എടുക്കാം. അപ്പം ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടേ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ നീര് നമുക്ക് എടുക്കണം. ഈ സാധനം ഞാൻ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചോ. പഞ്ചസാര മുങ്ങി പോവോ? അയ്യോ ഇത് വെക്കാൻ പറ്റില്ല. അത് പറ്റും. വെച്ച് കഴിഞ്ഞാൽ മുങ്ങി പോയാലോ? വെള്ളം കൂടുതലാ. ബക്കറ്റ് വെള്ളമില്ലേ? ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇല്ലടി അതിന്റെ കാത് കുഴപ്പമില്ലേ? ബക്കറ്റിൽ ഇറക്കി വയ്ക്കാനാ. കാത് ഇറങ്ങിപ്പോണ്ടേ. ഇരുട്ടായി തുടങ്ങി. ഓ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. അപ്പം ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞു. ഞാൻ അത് മിക്സിയിൽ അരച്ചിട്ട് വരാം. എന്നിട്ട് ഇതിൻ്റെ നീരെടുക്കണം. ആരാ വരുന്നത്? ചാലും പേളിയും കുറയ്ക്കണ്ടല്ലോ. സുജിതയാ? നിങ്ങൾ ശബരിമലയിൽ പോയി വന്നാ? തിരക്കണ്ട ശബരിമലയില്? അതെ. ചാർലി പേളി മിണ്ടാണ്ടക്ക്. അവള് അതിന് പിന്നിൽ വിളിച്ചു. ചാർലി അല്ല കാമറി മിണ്ടാണ്ടക്ക്. എങ്ങനെയുണ്ടായിരുന്നു പറയ്? ബുദ്ധിമുട്ട് തോന്നിയാ? മല കയറാനായിട്ടില്ലേ? ഒരു വിഷമം ഉണ്ടായില്ലേ? സുഖമായിട്ട് കയറി. തിരക്കൊന്നും ഉണ്ടായില്ല. നന്നായി തൊഴാനൊക്കെ പറ്റിയില്ലേ? തൊഴാൻ പറ്റിയെന്ന് പറഞ്ഞല്ലാരും. രണ്ടാമതൊക്കെ തൊഴുതു. ചെറുതോ? ചെറുതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവൾക്കാണ് കാറില് കയറി അപ്പൊ ഛർദി. ആ കാറില് കയറി ഇരുന്ന അപ്പാള് മയങ്ങി. ആകെ ഛർദിയായിട്ട് 2 ട്രിപ്പ് ഛർദിച്ചു പറഞ്ഞ വരുമ്പോ. അത് ശരി. സുജിതയുടെ ഹസ്ബൻഡും 2 പിള്ളേരും. 3 പേര്. അവള് പോയിട്ടില്ലേ? അവള് വലുതായില്ലേ? അവള് പോയില്ലേ? ഇവൾക്ക് തന്നെ 10 വയസ്സ് കറക്റ്റ് തികഞ്ഞു നിക്കാണ്. ഇവൾക്ക് കയറാൻ പറ്റാവോന്ന് പേടിച്ചിട്ട് പോയി തന്നെ. ഇവളും പിന്നെ താഴെ ആൺകുട്ടികളാവില്ല. അവര് 3 പേരും കൂടിയിട്ട് പോയി വന്നു. ഞാൻ വിചാരിച്ച എല്ലാരും കൂടി പോയി. നീ ചോദിച്ചു? അല്ല 5 ആള് പോയിട്ടുണ്ട്. അപ്പൊ ഇതേ പറയേ അരവണ പായസം കൊണ്ട് നോക്കണേ. അപ്പത്തിന്റെ കാര്യം ഞാൻ എടുത്തില്ല. അത് ഞാൻ വരുമ്പോ കൊണ്ടുവരാട്ടാ. അത് സാരല്ലേ. അപ്പൊ അരവണ പായസം വരാൻ തോന്നിയില്ലോ. അതന്നെ സന്തോഷം. അരവണ പായസം ഞാൻ കഴിക്കാം. ക്രിസ്ത്യൻസ് അല്ല നമ്മുടെ അവിടെ പോണ അവിടെ ക്രിസ്ത്യൻസ് ആയിരിക്കും. ടീസ്പൂൺ ഇല്ലേ? ടീസ്പൂൺ എടുക്കാം. ഇപ്പത്തെ രസമാണോ? ഇല്ലേ അങ്ങനെയില്ല. ചില സമയത്ത് കട്ടിയിലുണ്ടാവും, ചില സമയത്ത് കട്ടി കുറഞ്ഞിട്ടായിരിക്കും. പണ്ടൊക്കെ നല്ല ടേസ്റ്റാ കഴിക്കുമ്പോ. അതെ. ഞാൻ ചെറുപ്പത്തില് പോയിട്ട് എന്റെ അച്ഛൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ നോക്കി. അത് നടന്നു. കിട്ടാത്ത കൊണ്ടായിരിക്കും. ഇവിടെ അച്ഛൻ ഒപ്പിക്കാൻ നോക്കി. കിട്ടാത്ത കൊണ്ടായിരിക്കും. കഴിക്കും. നിങ്ങൾ കഴിച്ചാ? എന്താ കഴിക്കാത്തപ്പോ അവർക്കൊക്കെ കൊടുക്കപ്പോ? വേണ്ട വേണ്ട വേണ്ട, ഞങ്ങളവിടെ കഴിച്ചോണ്ട്. സാറില്ല, എന്തായാലും പൊട്ടിച്ചതല്ലേ. തുണ്ട് മതി. കഴിഞ്ഞിട്ട് മതി. പെട്ടെന്നേ വീഴില്ല. നിങ്ങൾ കഴിച്ചോ. നിങ്ങളുടെ അരവണ പായസം കഴിക്കുക, പഴനിയിലത്തെ പഞ്ചാമൃതം കഴിക്കുക, അതൊക്കെ ഒരു മിക്സ്. അയ്യോ, എന്നിട്ടാണ് ഈ ഇഞ്ചി അരച്ച് വന്നോട്ടെ. അതിൻ്റെ നീരെടുക്കാം. അതിലേക്ക് പോണേ. അതൊരു ഞാരല്ല, അത് ചെറുനാരങ്ങയുടെ അല്ലിയ, മറ്റേ കുഞ്ഞി അല്ലികൾ ഉണ്ടാവില്ലേ, അത്. എന്തായി പഞ്ചസാര സിറപ്പ്? അതൊക്കെ അലിഞ്ഞു. അല്ല അലിഞ്ഞല്ല, അതൊക്കെ ചൂടാറി. ചേട്ടന് വേറെ എന്തൊട്ട് പണി ഉണ്ടായി. ഗ്ലാസ് എടുക്കട്ടെ. നിങ്ങളുടെ ജ്യൂസ് അല്ല ഇത് കുടിച്ചിട്ട് പോയാൽ മതി. അതന്നെ. ഈ ഇഞ്ചി നീരൊരു കുറച്ച് സമയം വെക്കാട്ടെ. അതിൻ്റെ ഒരു 100 ഉണ്ടല്ലോ, അത് അടിയിൽ ഊറട്ടെ. എന്നിട്ട് അതിൻ്റെ തെളി നമുക്ക് എടുക്കാം. ഐസും തണുത്ത വെള്ളമായിട്ട് നിന്ന് വരണ്ടി. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അപ്പം ഈ നാരങ്ങ നീരിലേക്ക് ഇഞ്ചിയുടെ നീര് ചേർക്കാട്ടെ. അതേ കണ്ട തെളി ഒഴിക്കുക. അതിൻ്റെ 100 അടിയിൽ ഊറിയത് ഒഴിക്കണ്ട. ഇത് വേണ്ട. ഇനി പഞ്ചസാര ലായനി നന്നായിട്ട് ചൂടാറില്ലേ നോക്കിയേ. നന്നായിട്ട് ചൂടാറണം കേട്ടോ, എന്നിട്ടാ ചേർക്കാൻ പാടുള്ളൂ. ഓക്കെ, ചൂടാറി. അത് ഇതിലേക്ക് ഒഴിക്കണോ? അതിലേക്ക് ഒഴിക്കണോ? ഗ്ലാസ് പാത്രത്തിൽ പഞ്ചസാര ലായനി ഒഴിക്കണോ?
കഴിഞ്ഞ പരിപാടി. ഇനി ഇതിലേക്ക് എന്തോരം വീതം ഒഴിക്കണം അവരൊന്ന്? ഒരു 2-3 പാത്രം വീതം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതാട്ടാ ഇനി ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാൻ പോകട്ടെ, ഇവർക്ക് കൊടുക്കാൻ പോണ്. ആ കയ്യിൽ അങ്ങനത്തെ കയ്യിലുണ്ടല്ലോ ഉപയോഗിക്കല്ലേ, മതി. ഒരു പാത്രം കൂടി ഒഴിക്കാം അല്ലേ? 4 പാത്രം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ വക 2 ഐസിൻ്റെ കഷ്ണം. തണുത്ത വെള്ളം ഒഴിക്കണമെങ്കിൽ പിന്നെ ഇതിന് ഐസും കഷ്ണം. തണുത്ത വെള്ളം പോരായി അങ്ങനെങ്കിലോ? ഞാൻ അല്ല അടുത്തേക്ക് ഒഴിക്കുക നീ. ആ സുജിത അവിടെ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതെ, എത്ര ദിവസാ? 60 ദിവസാ കുളിച്ചത്? 60 ദിവസാണ് കുളിച്ചത്. ഉദ്ഘാടന ക്ലാസ് നീ കുടിച്ചേ അത് കാരണം സുജിതയ്ക്ക് കാലത്ത് വൈകുന്നേരം കുളിച്ചിട്ടേ വയ്യ, കപക്കെട്ടും ചുമയാ. ഫസ്റ്റ് ക്ലാസ് കുടിച്ചേ അവിടെ നോട്ടെ വെളിച്ചത്തേക്ക് ഇളക്കിയ ചേട്ടാ? അടിപൊളിയായിട്ട് ഇളക്കി. മധുരണ്ടോ ഉണ്ണിയെ? രസമുണ്ട്, മറയിൽ പോണ്ടാ. എന്നിട്ടില്ലേന്ന് പറഞ്ഞേ? കുടിച്ചിട്ടില്ല. ആ കുടിച്ചിട്ടില്ലേ? അവർക്ക് ശരി കുടിച്ചിട്ട് പറയും. സുജിത പറയും കറക്റ്റ് അഭിപ്രായം. സുജിതയ്ക്ക് വേഗം കൊടുത്തേ. ഞാൻ പറയില്ലേ കറക്റ്റ് അഭിപ്രായം? ഞാൻ പിന്നെ നോണേ പറയാ. ഇതിന് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ നമുക്ക്. അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാലോ. രസമുണ്ടോ ഉണ്ണിയെ? ഉണ്ടാ വാ, നല്ല രസമുണ്ട്. ഫ്ലേവർ നിൽക്കുന്നുണ്ടല്ലേ? ആ ഇനി അടുത്ത് ഞാനാണ് വെള്ളം. അതിലുണ്ട് തണുത്തോളം. എനിക്ക് സരിക്ക് ഒരു ഗ്ലാസ് മതി. സോഡ കഴിച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിച്ച് നിൽക്കുന്നത്. കൊതുക് അടിക്കുന്ന ഈ സാധനം ചെറുനാരങ്ങയുടെ നീര് മാത്രം. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായ ചെറുനാരങ്ങയാ, അത് കാരണം അതിനൊരു ഇത് മണം ടേസ്റ്റും കൂടും. ചെറുേട്ടൻ്റെ അവിടെ അല്ല ചേട്ടൻ്റെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ചെറുനാരങ്ങ. ഇഞ്ചി ഇത്രയ്ക്ക് പാകാ. ഇനി ഇതിൽ വേണമെങ്കിൽ സോഡ ഒഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. സോഡ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരം ആവാൻ തോന്നുന്നു. നമ്മുടെ ചെറുനാരങ്ങ അല്ല, ചെറുനാരങ്ങ കാരണം ചെറിയൊരു പുളിപ്പുണ്ട്. പുളി കൂടുതലുണ്ട്. അപ്പം മധുരം കൂടുതൽ ചേർക്കണം. കുടിച്ചോ എനിക്ക് മതി. സോഡ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ്. സോഡ ഒഴിച്ചാൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കുടിച്ചോട്ടെ. അപ്പോഴേ നമുക്ക് ഈ സാധനം ഈ കുപ്പിയിലാക്കി ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക്. അപ്പൊ നിങ്ങൾ വല്ലവരൊക്കെ വരാണെങ്കിൽ ഇനി വരുന്നവർക്ക് ഇതായിരിക്കും തരാം ഞങ്ങള്. സോഡ ഒഴിക്കും. സോഡ കുറച്ചുകൂടി പഞ്ചസാര ആക്കി വെക്കാം അല്ലേ? പഞ്ചസാര ചേർത്ത് വയ്ക്കണം. കൊതി പറ്റും. കുടിച്ചോ. സാധാരണ ഞാനാ പറഞ്ഞത്. ഞാനാ പറയാറുണ്ട്. ഇപ്പൊ ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞേ. അപ്പൊ നമുക്ക് ചേർത്താട്ടാ. അപ്പൊ ശരി. അപ്പൊ ഭയങ്കര രസമായി വന്നത്. ചൂടുള്ളത് കുടിക്കണ പോലെയാണുള്ള ശിഖ കുടിക്കണേ. ഊതി കുടിക്കണു. മതിയടാ, അറ്റകൾ കുടിച്ചോട്ടെ. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.